വെസ്റ്റ് ബാങ്കിനെ നരകമാക്കാൻ അനുവദിക്കുകയില്ലെന്ന് ചൈന. നിലവിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് വലിയ രൂക്ഷമായിരിക്കുന്ന യുദ്ധം സമാന സാഹചര്യം തന്നെയാണ് വെസ്റ്റ് ബാങ്കിന്റെ ഭാഗങ്ങളിൽ നടക്കുന്നത്. 10-ലധികം ആളുകൾ കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതും അത് ഔദ്യോഗികമായിരിക്കുന്ന റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതിനപ്പുറം വലിയ മരണങ്ങളും വലിയ അറസ്റ്റുകളും വലിയ അക്രമങ്ങളും വെസ്റ്റ് ബാങ്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചൈന പ്രതികരിക്കുകയാണ്. വെസ്റ്റ് ബാങ്കിനെ നരകമാക്കാൻ അനുവദിക്കില്ല, ഗസക്ക് സമാനമായിരിക്കുന്ന സാഹചര്യം വെസ്റ്റ് ബാങ്കിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ ഇടപെടുക തന്നെ ചെയ്യും എന്ന ചൈനയുടെ നിലപാട് അവർ ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചു. ഈ നിലപാട് അന്താരാഷ്ട്ര മേഖലയിലൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി ചർച്ചയ്ക്ക് വരാനുള്ള കാരണം പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ചൈന എന്ന് പറയുന്ന അന്താരാഷ്ട്ര ശക്തിയുള്ള സൈനിക ശക്തിയുള്ള രാജ്യം ആദ്യമായിട്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. ഇത് എത്രത്തോളം കഠിനമായിരിക്കും ഈ നിലപാടുകൾ, എത്രത്തോളം ഭീഷണിയാണ് ഇസ്രായേലിന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുക എന്ന കാര്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഒക്ടോബർ 7-ാം തീയതി യുദ്ധം ആരംഭിച്ച് വല്ലാതൊന്നും കഴിയുന്നതിന് മുമ്പ് ലോകത്താകമാനമുള്ള രാജ്യങ്ങൾ അവരവരുടേതായിരിക്കുന്ന നിലപാട് ഏറെക്കുറെ പുറത്തു പറയുകയും ചെയ്തു. അപ്പോൾ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി ആദ്യം തന്നെ പറന്നെത്തിയത് അമേരിക്കയുടെ പടക്കപ്പലാണ് എന്ന് നമുക്കറിയാം. മെഡിറ്ററേനിയൻ കപ്പൽ തീരത്ത് കടലിലൊക്കെ നങ്കൂരമിട്ടു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വന്നത്, എന്താണ് വിഷയം കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ യുദ്ധത്തിന് നേരിട്ട് പങ്കാളിത്തം വഹിക്കാനാണോ എന്ന ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞത് ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്, തങ്ങൾക്ക് ഒരു യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കാൻ താല്പര്യമില്ല. ഇസ്രായേലിന് പുറമെയുള്ള അല്ലെങ്കിൽ പാലസ്തീന് പുറമെയുള്ള ഏതെങ്കിലും രാജ്യങ്ങൾ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ അതിൽ പ്രതിരോധം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം എന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അവരത് വിശദീകരണ കുറിപ്പായിട്ട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഏതാനും ആഴ്ചകൾക്കിടയിൽ തന്നെ 5ഓളം ചൈനയുടെ കപ്പൽ അറേബ്യൻ കടൽ തീരത്തും മെഡിറ്ററേനിയൻ കടൽ തീരത്തുമായി നങ്കൂരം വെട്ടിവരും പുറത്തു വന്നു. ചൈനക്കാരോട് ചോദിച്ചു, ചൈനയുടെ സർക്കാരോട് തന്നെ നേരിട്ട് വേണ്ടി ചോദിച്ചു, ഇതെന്താണ് നിങ്ങളുടെ കപ്പൽ ഇവിടെ ഇങ്ങനെ നങ്കൂരം ഇടാനുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ച സമയത്ത് അവർ കൃത്യമായ രീതിയിലുള്ള മറുപടി അന്നും ഇന്നും പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിലാണ് ചൈന ഉള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ആ വിഷയത്തിൽ ചില രാഷ്ട്രങ്ങൾക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു താല്പര്യം ഉണ്ടാവും. ഈ താല്പര്യവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം ഒരു പക്ഷേ ചൈനയുടെ കപ്പൽ വന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം പറയുകയും ചെയ്തതാണ്. ഇന്ന് പോയി അവിടെ എത്തി ഗസയുടെ പരമാവധി പ്രദേശങ്ങളൊക്കെ ഇടിച്ചു നിരത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾക്കറിയാവുന്നതാണ്. 40,000-ലധികം ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു. അത് ഔദ്യോഗിക കണക്കാണ്. അനൌദ്യോഗികമായിട്ടാണെങ്കിൽ ഒരു പക്ഷെ അതിന് കൂടാനുള്ള സാധ്യതയുണ്ട്. 10% പോലും ബിൽഡിങ്ങുകൾ ഇപ്പം നിലവിൽ ഗസയുടെ പ്രദേശങ്ങളിൽ ബാക്കിയില്ല എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് അവിടെ പ്രാഥമികമായിരിക്കുന്ന എല്ലാ മേഖലയും തകർത്തു. വിശ്വാസപരമായിരിക്കുന്ന പള്ളിയാണെങ്കിലും മദ്രസയാണെങ്കിലും സാമൂഹ്യ മേഖലകളാണെങ്കിലും റോഡാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട സർവ്വ മേഖലകളും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്ന ഒരു പ്രേതഭൂമിയായി ഗസയെ മാറ്റി. അന്താരാഷ്ട്ര മേഖലയിലൊക്കെ ഇത് വലിയ രീതിയിൽ ചർച്ച വന്നു. UN സഭ തന്നെ പല രീതിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിഷേധം രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഇസ്രായേലിനെതിരെ വിധി വന്നു. വിധി പ്രസ്താവ്യങ്ങൾ പ്രഖ്യാപിച്ചു, അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപിച്ചു. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പോകുന്നു. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തങ്ങളുടെ രാജ്യത്തെ അറസ്റ്റ് ചെയ്യുമെന്ന് നോർവേ അടക്കുന്ന രാജ്യങ്ങളൊക്കെ പറഞ്ഞത് അറിയാവുന്നതാണ്. ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ പെട്ട ചില രാജ്യങ്ങൾ തന്നെ പാലസ്തീൻ എന്ന രാജ്യത്തെ ഔദ്യോഗികമായ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കും എന്നുള്ള റിപ്പോർട്ട് ഇതിനോടനുബന്ധിച്ചു വന്നു. പക്ഷേ അതൊന്നും ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഗസയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പങ്കാളിത്തം വഹിച്ചിട്ടില്ല എന്നുള്ളതും ഏറെക്കുറെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഗസ കടന്നുകൊണ്ട് വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ പ്രതിരോധിക്കാൻ അവിടെ ഹമാസ് പോലെയുള്ള ഒരു സൈനിക സംവിധാനമോ അങ്ങനത്തെ ഒരു സൈനിക ക്രമങ്ങളോ അവിടെയില്ല. അതേപോലെ തന്നെ ആയുധങ്ങളോ ശേഖരിക്കപ്പെട്ട മറ്റെന്തെങ്കിലും വസ്തുക്കൾ പ്രതിരോധിക്കാൻ അതുമില്ല. അങ്ങനത്തെ ഒരു വലിയ വിഷയം യഥാർത്ഥത്തിൽ എവിടെയുണ്ട്? വെസ്റ്റ് ബാങ്ക്. പറയുന്ന സമയത്ത് വെസ്റ്റ് ബാങ്കാണ് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ പ്രതിദാനം ചെയ്യുന്ന വളരെ പ്രധാനമായിരിക്കുന്ന പ്രദേശം. അവിടെയാണ് പാലസ്തീന്റെ പ്രധാനമന്ത്രി മഹ്മൂദ് അബ്ബാസ് ഉള്ളത്, ക്യാബിനറ്റ് മന്ത്രിമാരുള്ളത്, ഭരണ സംവിധാനം എല്ലാം അവിടെയാണ്. ഫത്ത എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി യാസർ അറഫാത്തിന്റെ കാലത്ത് രൂപീകരിക്കപ്പെട്ട ഫത്ത എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുടർച്ചയാണ് ഇപ്പോൾ ഭരിക്കുന്ന മഹ്മൂദ് അബ്ബാസിന്റെ പാർട്ടിയായിട്ട് നിലനിൽക്കുന്നത്. അവരാണ് ആ രാജ്യം ഭരിക്കുന്നത്.
അപ്പൊ നമ്മുടെ ഓരോ രാജ്യത്തെ പോലെ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ക്യാബിനറ്റ് മന്ത്രിമാര്, സംവിധാനങ്ങൾ, പാർലമെന്റ്, അത് കൂടുക, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ അംഗീകാരമില്ല എന്ന് മാത്രം. ഇപ്പോ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സൈനിക വിഭാഗം അവിടേക്ക് വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നു എന്ന് മാത്രമല്ല, വലിയ രീതിയിൽ വെടിവെപ്പ് ഉണ്ടാകുന്നു, വലിയ മരണങ്ങൾ ഉണ്ടാകുന്നു, വലിയ അറസ്റ്റ് ഉണ്ടാകുന്നു. അവിടെ പല പ്രദേശങ്ങളിൽ നിന്നും പാലസ്തീനികൾ ഇറങ്ങി പോകേണ്ട സ്ഥിതിവിശേഷം വരുന്നു എന്ന് മാത്രമല്ല, ഇസ്രായേലിലെ ജൂത കുടിയേറ്റക്കാർക്ക് പാലസ്തീന്റെ ഭൂമിയിൽ, വെസ്റ്റ് ബാങ്കിന്റെ ഭൂമിയിൽ അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവിടെ കുടിയേറാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു. അതിന് ഇസ്രായേൽ പറയുന്ന കാര്യം, ഒരുപാട് പ്രദേശങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നു, ആ പ്രദേശത്തിലേക്കാണ് വരുന്നത് എന്നുള്ളതാണ്. പാലസ്തീൻ പറയുന്ന കാര്യം, പലസ്തീന്റെ ടെറിട്ടോറിയാണ് അത് അന്താരാഷ്ട്ര മേഖലയിൽ തന്നെ അത് അടയാളപ്പെടുത്തിയതാണ്. ആ ഭാഗത്തേക്ക് കയറുന്നു എന്ന് മാത്രമല്ല, പല ഘട്ടങ്ങളിൽ പാലസ്തീനി പൗരന്മാരായിരിക്കുന്ന ആളുകൾ താമസിക്കുന്ന വീട് ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ വെടിവെപ്പ് നടത്തിയിട്ടോ കുടിയൊഴിപ്പിച്ചിട്ട് അവിടേക്ക് കുടിയിരുത്തുന്ന ഒരു പ്രവൃത്തിയും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തുകൊണ്ട് ആ വിഷയകാര്യങ്ങളൊന്നും പുറംലോകം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ, പ്രതിരോധം അവിടെ ഇല്ല എന്നുള്ളതാണ്. ആയുധപരമായിട്ടോ സൈനികപരമായിട്ടോ സാമ്പത്തികമായിട്ടോ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശത്തിന് എന്തെങ്കിലും സഹായം നൽകണമെങ്കിൽ അത് ഇസ്രായേലാണ് നൽകേണ്ടത്. കാരണം ഇസ്രായേലിന്റെ പ്രദേശമായിട്ട് അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലുള്ള ഭാഗമായിട്ടാണ് വെസ്റ്റ് ബാങ്കിനെ ഇപ്പോഴും ഇസ്രായേൽ കാണുന്നത്. പറയുന്ന സമയത്ത് ലോക രാജ്യം അംഗീകരിച്ചിട്ടുണ്ട്, പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യമാണ്, ഇന്ത്യയിൽ പോലും പാലസ്തീന്റെ എംബസി ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ എന്തില്ല, സൈനിക സംവിധാനമില്ല, ആയുധ പ്രതിരോധ സംവിധാനമില്ല. അവിടുത്തെ സൈനികരാണെങ്കിൽ അവർ യൂണിഫോം ഇട്ട് ശമ്പളം വാങ്ങുന്നു എന്നല്ലാതെ ഇത്ര ശത്രുപക്ഷത്തു നിന്ന് ഏതെങ്കിലും രാജ്യത്ത് നിന്ന് അക്രമം നടക്കുകയാണെങ്കിൽ പ്രതിരോധിക്കാൻ അവരുടെ കയ്യിൽ ആയുധമില്ല. ആയുധം വേണമെങ്കിൽ ഇസ്രായേൽ കൊടുക്കണം. ഇങ്ങനത്തെ വല്ലാത്തൊരു പരിതസ്ഥിതിയിൽ യോങ് ഗാലന്റ് തന്നെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, കുടിയേറ്റം എന്ന് പറഞ്ഞാൽ അനുവദനീയമാണ്, തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന തരത്തിലാണ്. അപ്പൊ ഇങ്ങനെ വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നതോടനുബന്ധിച്ചാണ് ഗസ എന്ന് പറയുന്ന പ്രദേശം ഇങ്ങനെ നിലം പരിശാക്കി ഇടിച്ച് പൊളിച്ച് തകർത്ത് എറിയപ്പെട്ടത് ലോകം മുഴുവനും കണ്ടിട്ടും വല്ലാതൊന്നും അന്താരാഷ്ട്ര ശക്തിയുള്ള രാജ്യങ്ങൾ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പുറവും ഇപ്പുറവും എന്തെങ്കിലുമൊക്കെ അത് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നല്ലാതെ. എന്നാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന വളരെ വ്യക്തമായിരിക്കുന്ന നിലപാട് പറഞ്ഞിരിക്കുന്നു. പാലസ്തീൻ എന്ന് മാത്രമല്ല, മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ യഥാർത്ഥത്തിൽ ചൈനക്ക് വലിയ താല്പര്യമുണ്ട്. അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട് വലിയ താല്പര്യമുള്ള രാജ്യമാണ് ചൈന. അവര് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള റൂട്ട് മാപ്പായിട്ടാണ് പാലസ്തീന്റെ പ്രദേശം അടങ്ങുന്ന ഭാഗങ്ങളെ കാണുന്നത്. അതിനപ്പുറമായ രീതിയിൽ കയറ്റുമതിയും ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട വലിയ വ്യവസായ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ ബന്ധങ്ങൾ വലിയ രീതിയിൽ ഉപകരിക്കും എന്ന് മുമ്പേ ചൈന കണക്കൂട്ടിയാണ്. അതുകൊണ്ടാണ് അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും ചൈന പറഞ്ഞത്. ഒക്ടോബർ 7-ാം തീയതിയുള്ള ഹമാസിന്റെ ആക്രമണത്തോടനുബന്ധിച്ച് ആ രീതികളും കാര്യങ്ങളും ഒക്കെ ഇപ്പം നിലം പരിശായി നിൽക്കുകയാണ്. ഇനി അത് പൊടി തട്ടിയെടുക്കണമെങ്കിൽ ഒരുപക്ഷെ പതിറ്റാണ്ടുകൾ വേണ്ടിവരും. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം UAE സംബന്ധിച്ചിടത്തോളം അവർ ഇതിന്റെ ഇടയിൽ തന്നെ നിലപാട് കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ ഇനിയൊരു അബ്രഹാം കരാർ എന്ന് പറയുന്ന സംവിധാനത്തെ തങ്ങൾ അംഗീകരിക്കുകയില്ല എന്നവർ പറഞ്ഞതോടുകൂടി അത് ഏറെക്കുറെ അടഞ്ഞ അധ്യായമാണ്. പിന്നീടും ചൈനക്ക് ഈ മേഖലയിൽ താല്പര്യമുണ്ട്. കാരണം അറേബ്യൻ മേഖലയിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് ചൈനയല്ല ഏതൊരു രാജ്യം വന്നാലും അവർക്ക് അവരുടെ രാജ്യത്തെ സമൃദ്ധമാക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള സാമ്പത്തിക വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി ഈ പ്രദേശത്തിന് സാധിക്കും. പറയുന്ന കാര്യം, ലോകത്തിലെ ആകമാനമുള്ള സാമ്പത്തിക മുന്നേറ്റത്തിന്റെ 30% മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് യഥാർത്ഥത്തിൽ ഇതിന്റെ ഇടയിൽ തന്നെ എക്കണോമിക് ഫോറം, അന്താരാഷ്ട്ര എക്കണോമിക് ഫോറം തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ കൃത്യമായ രീതിയിൽ പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇത്രയും കാലം പ്രത്യയശാസ്ത്രപരമായിരിക്കുന്ന വലിയ അകൽച്ച അറബ് രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് ചൈനയും തമ്മിൽ ഉണ്ടായിരുന്നു. ആശയപരമായ രീതിയിൽ വലിയ അകൽച്ച ഉണ്ടാകുന്ന സംബന്ധിച്ച് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ജിദ്ദയിൽ ചേർന്ന അറബ് ഉച്ചകോടിയിൽ ഒമാൻ ചൈനയെ ക്ഷണിക്കപ്പെട്ട് തങ്ങളുടെ രാജ്യത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയത് വലിയ വിവാദമായിരുന്നു. തങ്ങളുടെ രാജ്യത്ത് ചൈനയുടെ സൈനിക താവളങ്ങൾ ഉണ്ടാക്കാനും പട്ടാളങ്ങൾക്ക് പ്രാക്ടിക്കൽ നൽകാൻ ഭൂമി വിട്ടുകൊടുക്കാനും തയ്യാറാണ് എന്ന തരത്തിലായിരുന്നു അന്ന് പ്രസ്താവന ഇറക്കിയിരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിലേക്കുള്ള ഒരു ക്ഷണക്കത്ത് അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് ചുരുക്കം. അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും വെസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യത്തിലും കൃത്യമായിരിക്കുന്ന നിലപാട് ചൈന പറഞ്ഞത്. ഈ നിലപാട് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഇസ്രായേൽ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യമെന്ന് പറയുന്നത് പ്രതിരോധിക്കാനുള്ള സംവിധാനവും സഹായവുമാണ് യഥാർത്ഥത്തിൽ
വെസ്റ്റ് ബാങ്കിന് ഇപ്പോൾ ആവശ്യമുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഗസയെ പോലെ തന്നെ വലിയ രീതിയിലുള്ള യുവനിര പരന്നു കിടക്കുന്ന പ്രദേശമാണ്. ഹമാസിന് അവിടെ വലിയ രീതിയിലുള്ള വേരോട്ടം ഉണ്ടായിട്ടില്ല, അവർ വളരുന്നില്ല എന്നല്ലാതെ പാലസ്തീൻ പ്രതിരോധ സംവിധാന അതോറിറ്റി പോലെയുള്ള ഒരുപാട് സംഘടനകൾ അവിടെ പ്രവർത്തിക്കുന്നു. പക്ഷെ അവർക്ക് സാമ്പത്തികമായിട്ടോ സൈനികപരമായിട്ടോ പിന്തുണ നൽകാൻ ആരും തയ്യാറാവാത്തത് കൊണ്ട് അവർ പ്രാക്ടിക്കലായ രീതിയിൽ മുന്നേറാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ചുരുക്കം. അറബ് രാജ്യങ്ങളിൽ നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഏത് കാലത്താണെങ്കിലും ഇസ്രായേലിന്റെ സൈനിക വിഭാഗം തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണം നടത്തുകയാണെങ്കിൽ അനുഭവിച്ചിരിക്കുക എന്നല്ലാതെ പ്രതിരോധം പല ഘട്ടങ്ങളിലും വെസ്റ്റ് ബാങ്കിൽ നിന്ന് റിപ്പോർട്ടായിട്ട് പുറത്തു വരാറില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് ചൈന തങ്ങളുടേതായിരിക്കുന്ന നിലപാട് പറഞ്ഞത്. ഒരു പ്രദേശം കഴിഞ്ഞു, തൊട്ടടുത്ത പ്രദേശം തന്നെ ഇതേ സമാനമായ രീതിയിൽ ഗസയെ പോലെ തന്നെ ആളൊഴിഞ്ഞ് തുരുത്താക്കണം എന്നുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു മുൻപ് പറഞ്ഞു വെച്ചത് പ്രാവർത്തികമാക്കാൻ വേണ്ടി വെസ്റ്റ് ബാങ്കിൽ തങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറയുന്നു. അങ്ങനെ പറയുന്ന സമയത്ത് വെറുതെ ഒരു വാക്കായിട്ട് അതിനെ ആരും വിലയിരുത്തുന്നില്ല. അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ആ സമയത്ത് വലിയൊരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് മുഖാമുഖം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വെസ്റ്റ് ബാങ്ക് മാറുന്നുണ്ട് എന്നും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്. ചൈന വെറുതെ പറയില്ല, അവർ അപൂർവപരമായിട്ടേ സംസാരിക്കാറുള്ളൂ. ആ സംസാരിക്കുന്നതിന് അടിസ്ഥാനങ്ങളുണ്ടാവും. അടിസ്ഥാനത്തിന്റെ രീതിക്കനുസരിച്ച് അവർ നീങ്ങുകയും ചെയ്യുന്ന സമയത്ത് അത് വലിയ രീതിയിലുള്ള തിരിച്ചടി അമേരിക്കക്കും ഇസ്രായേലും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഹമാസിന്റെയും പലസ്തീനിലെ വ്യത്യസ്തമായിരിക്കുന്ന സംഘടനാ നേതാക്കളെയും ബീജിംഗിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവിടെ വെച്ച് ഒരു ദേശീയ ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചത്. വ്യത്യസ്തമായിരിക്കുന്ന പലസ്തീന്റെ അതോറിറ്റികൾ സംയുക്തമായി ചേർന്നുകൊണ്ട് അവിടെ ഒരു ദേശീയ ഗവൺമെന്റ് ഉണ്ടാക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇസ്രായേലിനെ അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, ഇസ്രായേൽ ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് അവർക്ക് ഇഷ്ടമുള്ള ഒരു സർക്കാരിനെ ഉണ്ടാക്കണമെന്ന അഭിപ്രായം പറയുന്നതിനിടയിലാണ് ചൈന ഈ പാലസ്തീന്റെ നേതാക്കന്മാരെ ഹമാസിന്റെ ആളുകളെ അടക്കം ബീജിംഗിലേക്ക് വിളിച്ചുകൊണ്ട് ചർച്ച നടത്തി ഈ ഒരു കാര്യം പറഞ്ഞു. ഇതോടുകൂടി തന്നെ വലിയൊരു ഞെട്ടൽ ഇസ്രായേൽ ഉണ്ടായിരിക്കുകയാണ്. അതോടനുബന്ധിച്ച് തന്നെയാണ് വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തീർച്ചയായിട്ടും ഗസ പോലെ അല്ലെങ്കിൽ പ്രേതഭൂമി പോലെ ആ പ്രദേശത്ത് ആക്കാമെന്ന് ഇസ്രായേൽ വിശ്വസിക്കേണ്ടതില്ല. തീർച്ചയായിട്ടും ആ വിഷയത്തിൽ തങ്ങൾ ഇടപെടും എന്ന് പറഞ്ഞത് വലിയ രീതിയിലുള്ള ആഘാതമായി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽക്കുകയാണ്.